മറ്റു വാർത്തകളിലേക്ക് പീഡനക്കേസിൽ ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതിജീവിതയെ സ്വാധീനിക്കരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സുപ്രീം കോടതിയിൽ നിന്ന്. ഷബ്ന, വിശദാംശങ്ങൾ. രുചിഷ് ലൈംഗിക പീഡന പരാതിയിൽ ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണന് ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അന്വേഷണവുമായി സഹകരിക്കണം എന്നത് തന്നെയാണ്. ഹണി ട്രാപ്പിലൂടെ 30 കോടി രൂപ തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയാണ് കേസിൽ ആദ്യമായി പുറത്തു വന്നത്. പിന്നീടാണ് ഈ കേസിൽ വേണുഗോപാലകൃഷ്ണൻ നടത്തിയ ലൈംഗിക അതിക്രമം സംബന്ധിച്ചുള്ള പരാതികൾ ഉയർന്നത്. ഈ ലൈംഗിക അതിക്രമം എതിർത്തതോടെ യുവതിയെ കേസിൽ കുടുക്കുകയായിരുന്നു എന്നതാണ് പരാതിക്കാരി നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത്. തുടർന്നാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. നേരത്തെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും തള്ളിയിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാമ്യം ഉപാധികളോടെ അനുവദിച്ചിട്ടുള്ളത്. ശരി ഷബ്ന. തിരുവനന്തപുരം ചിറയൻകീഴിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. കാപ്പ കേസ് പ്രതിയെ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. പ്രതി അഗാറസും ബന്ധുക്കളും ചേർന്നാണ് ആക്രമിച്ചത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആരോമൽ, രാജൻ, ശരൺ എന്നിവർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുകയാണ്. ആഷിഖ്, ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? എന്താണ് വിശദാംശം? ഈ പ്രതിയെ പിടികൂടാൻ പോയ സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. ഈ പ്രതി സ്ഥിരം കുറ്റവാളിയാണ്. ആ കുറ്റവാളി പിടികൂടാൻ ചെന്ന സമയത്താണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഈ കുടുംബം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രതിയായ അഗാറസിൻ്റെ ആ സഹോദരനും അതുപോലെ അമ്മയും അടക്കമാണ് ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ഈ പ്രതിയിൽ നിന്ന് പോലീസ് 18 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. ശേഷം ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ ഈ കുടുംബം തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥർ സാഹസികമായി ഈ പ്രതിയെ കീഴടക്കുകയായിരുന്നു. ഈ കാപ്പ കേസ് പ്രതിയാണ് ഈ അഗാറസ് എന്ന് പറയുന്നത്. ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ MDMA കച്ചവടം നടത്തിയതായിട്ടുള്ളൊരു വിവരം എക്സൈസിന് ലഭിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ MDMA കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മൂന്ന് പേർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആരോമൽ, രാജൻ, ശരൺ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എങ്കിൽ പോലും ഇത്തരത്തിൽ കാപ്പ കേസ് പ്രതി വീണ്ടും ഇത്തരത്തിൽ ഒരു ആക്രമണം അത് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രതിയായ അഗാറസിനെ ഇപ്പോൾ എക്സൈസ് കസ്റ്റഡിയിൽ എത്തിയിട്ടുണ്ട്. രുചിഷ്, ആഷിഖ്, അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളും ആക്രമിച്ചു എന്നാണ് കരുതുന്നത്. അതെന്തായാലും അവർക്കെതിരെയും ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് കരുതുന്നത്. മറ്റു വാർത്തകൾ പരിശോധിക്കാം.